നമ്മളൊരാളെ പരിചയപ്പെടുന്നു, ചിലപ്പോൾ ഒരു ഡേറ്റിംഗ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഇനീഷ്യലി തൊട്ട് തന്നെ നമ്മളെ അടുത്ത് വളരെയധികം എഫെക്ഷൻ കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, നമ്മളെ പോലെ വേറെ ആരും ഈ ലോകത്തില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയുന്നു, റൊമാൻറ്റിക് ഗെസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭയങ്കര ഒരു പെഡസ്റ്റലാണ് എന്നുള്ള രീതിയിൽ നമുക്കുള്ള ഒരുപാട് ആക്ഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതൊക്കെ വളരെ സഡൻ ആയിട്ട് പെട്ടെന്നായിട്ടാണ് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ ഫൈനലി ലൈക്ക് ഐ ആം ഹേർഡ് അല്ലെങ്കിൽ ഐ ആം സീൻ, എന്നെ വാല്യൂ ചെയ്യുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്, ദിസ് ഇസ് ദ ലവ് ഓഫ് മൈ ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ കൊതിച്ചത് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വളരെ ഹൈ ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ അടുത്ത് കാണിക്കുന്ന സമയത്ത് നമുക്കത് ഹൈ ആയിട്ടുള്ളൊരു ലവ് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ലവ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ ശരിക്കും അത് ലവ് ആണോ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് യു ഹാവ് ടു പോസ്, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് റിയലി തിങ്ക്, ഇത് ശരിക്കും ലവ് ആണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലവ് ബോംബിങ് എന്താണെന്നും അത് എത്ര ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ആണെന്നാണ്. അത് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ അത് റെക്കഗ്നൈസ് ചെയ്യാം. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ എഫെക്ഷൻ കാണിക്കുന്ന എല്ലാവരെയും ഡൗട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് റിയൽ ലവ് ആൻഡ് ഇമോഷണൽ മാനിപ്പുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വളരെ ഏർലി ഫേസിൽ തന്നെ വളരെയധികം അറ്റൻഷൻ, എഫെക്ഷൻ, കോംപ്ലിമെൻറ്റ്സ്, ക്ലോസ്നെസ്, ഗിഫ്റ്റ്, പ്രോമിസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റിലേഷൻഷിപ്പിൻ്റെ വളരെ ഏർലി ഫേസിലായിരിക്കും വരുന്നത്. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമുക്കറിയാം തുടക്കത്തിൽ കാര്യങ്ങൾ കുറച്ച് ലൈറ്റായിരിക്കും പോകുന്നത്, പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കാര്യങ്ങൾ കുറച്ച് ഇൻറ്റൻസ് ആവുന്നത്, നമുക്ക് തമ്മിൽ അറിഞ്ഞ് നമ്മുടെ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത്. പക്ഷേ ഈ ലവ് ബോംബിംഗ് നടക്കുന്ന സമയത്ത് പലപ്പോഴും കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും വളരെ അധികം ലവ് ഉണ്ട്, ടു മച്ച് ലവ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പല ആൾക്കാരും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കാരണം ടേം അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഈ ലവ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കൺട്രോൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ചില ആൾക്കാർ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ നാച്ചുറലി അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഒരു ലവ് എനിക്ക് ഫ്രീഡം ആണോ തരുന്നത്, അല്ലെങ്കിൽ സ്ലോലി ഈ ലവ് എൻ്റെ ഫ്രീഡം എടുത്ത് മാറ്റുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ലവ് ബോംബിങ് വളരെ പവർഫുൾ ആണെന്ന് പറയാൻ കാരണം, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണല്ലേ. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡാണ്. നമ്മളെ ആൾക്കാർ ചൂസ് ചെയ്യണം, നമുക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണം, ലൗഡായിട്ട് ഫീൽ ചെയ്യണം, നമ്മൾ സീനായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഓവർ ദ ടൈം വളരെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്ത ആളാണ്, അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലവ് ഒന്നും കിട്ടാത്ത ഒരാൾക്ക് ഇങ്ങനൊരു സ്നേഹം വളരെ ഇൻറ്റൻസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് വളരെ റിലീഫായിട്ട് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ലവ് ബോംബിംഗ് വളരെ കൺഫ്യൂസിങ് ആണെന്ന് പറയാൻ കാരണം. തുടക്കത്തിൽ ഇത് വളരെ മാജിക്കൽ ആൻഡ് റിലീഫ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്, റാദർ ദാൻ ബീങ് ഡേഞ്ചറസ്. ഇനി നമുക്ക് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് നോക്കാം. അതായത് ഈ ലവ് ബോംബിങ്ങിൽ വരുന്ന കുറച്ച് റെഡ് ഫ്ലാഗ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമുക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ആദ്യം നമ്മളൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് നമ്മൾ മെല്ലെ മെല്ലെയാണ് ആ ഒരു ഇൻറ്റൻസ് പീരിയഡിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ലവ് ബോംബിംഗ് ആവുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദേ പുട്ട് യു ഓൺ എ പെഡസ്റ്റൽ. പെഡസ്റ്റൽ എന്ന് പറയുമ്പോൾ നീ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, നിന്റെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല, യു ആർ ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം നീയാണ് എന്നെ എത്ര സ്പെഷ്യലായി ട്രീറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ദേ മേക്ക് us ബിലീവ് ദാറ്റ് വി ആർ ഡിഫറെൻറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ചിലപ്പോൾ നമ്മളുടെ റിയൽ സെൽഫിനെ ആയിരിക്കില്ല ഇഷ്ടപ്പെടുന്നത്. ദേ ആർ ക്രിയേറ്റിംഗ് എർ ഇമേജ്, അത് അവർ തന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. സോ രണ്ടാമത്തെ സൈൻ, ദേ മൈറ്റ് പുട്ട് യു ഓൺ എ പെഡസ്റ്റൽ. ദ തേർഡ് സൈൻ ഇസ് that they don't respect boundaries. അതായത് എനിക്ക് കുറച്ച് ടൈം വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്പേസ് വേണം, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരത് റെസ്പെക്ട്ഫുള്ളി എടുക്കാതെ അതിനെന്താണ് വളരെ പേഴ്സണലി ഏറ്റെടുക്കുന്ന സമയത്ത്, അതായത് നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് നമ്മുടെ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യാത്തുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. ഇനി അതല്ലാതെ വേറൊരു റെഡ് ഫ്ലാഗ് ആണ്, പലപ്പോഴും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നത് നമ്മൾ അവരോട് എഗ്രി ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മൾ നോ പറയുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ ലൗഡ് ആവുന്നു, ആങ്കർ ആവുന്നു, ഇമോഷണൽ ആവുന്നു എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റിലേഷൻഷിപ്പിൽ വി ഹാവ് ദ റൈറ്റ് ടു സേ നോ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പേസ് വേണ്ട സമയങ്ങളൊക്കെ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് റെസ്പെക്ട് ചെയ്യാനും പഠിക്കുന്ന സമയത്താണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നത്.
പലപ്പോഴും ആൾക്കാർ ലവ് ബോംബിങ് ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വഴുകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ വെച്ചിട്ടല്ല തുടങ്ങുന്നത്. നമുക്ക് ഏറ്റവും ഒരാളടുത്ത് സീക്ക് ചെയ്യുന്ന ലവ്, നീഡ്, അറ്റൻഷൻ, കോംപ്ലിമെന്റ്സ്, ഗിഫ്റ്റ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ലവ് ബോംബിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസും ഇതിൽ വളരെയധികം കൂടുതലാണ്. ഒരു റിയൽ ആൻഡ് ഹെൽത്തി ലവ് എങ്ങനെയായിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്? സ്ലോ ആയിട്ടായിരിക്കും, സ്റ്റഡി ആയിട്ടായിരിക്കും. നമുക്ക് വളരെ റഷ് ചെയ്യേണ്ട, ആ കമ്മിറ്റ്മെന്റിന് വേണ്ടി റഷ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നോ പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള സമയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ദ സൈൻ ഓഫ് ബീയിങ് ഇൻ എ ഹെൽത്തി ആൻഡ് റിയൽ റിലേഷൻഷിപ്പ്. നേരെ മറിച്ച് നമുക്ക് വളരെ റഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ പോസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. സോ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനത്തെ സൈൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. സ്ലോ ഡൗൺ, അതായത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കരുത്. നമുക്കത് നമ്മളോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഹാപ്പി ആണോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ആം ഐ ഫ്രീ, എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടോ, എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ എൻ്റെ ബൗണ്ടറീസ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആ ഒരു നീഡ് ഓഫ് റഷിങ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേറൊരാളുടെ ഫേസ് കാരണം എനിക്കും അത്ര സ്പീഡിൽ പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുക. ഇതിൻ്റെ അപ്പുറം നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആം ഐ സ്റ്റിൽ കണക്റ്റഡ് വിത്ത് മൈ സെൽഫ്, മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ നമുക്ക് തന്നെ കുറേ കാര്യങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഒരു ഇമോഷണൽ നെഗ്ലക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലവ് എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള അപ്ബ്രിങ്ങിങ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന നീഡ്സ് കുറേ കാലമായിട്ട് ഇഗ്നോർ ചെയ്യപ്പെട്ട ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു സഡൻ ലവ് ബോംബിങ് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻറ്റൻസ് ഇമോഷണൽ ഹൈ ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ലവ് ബോംബിങ് അല്ലെങ്കിൽ എന്താണ് റിയൽ ലവ് എന്ന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സിമിലർ സിറ്റുവേഷൻ, ഡെഫിനറ്റ്ലി തെറാപ്പി ക്യാൻ ഹെൽപ്പ് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യാനല്ല, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ള പല ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ കണ്ടെത്താനായിട്ട് തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒപ്പത്തിൽ നമുക്ക് 24/7 തെറാപ്പിസ്റ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ കോൺടാക്ട് us. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലവ് ഇസ് സ്ലോ ആൻഡ് സ്റ്റഡി. തുടക്കത്തിലെ കാര്യങ്ങൾ റഷ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബൗണ്ടറീസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, നോ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ പോസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. റിയൽ ലവ് ക്യാൻ വെയിറ്റ്. For more mental health and relationship related videos, subscribe to our page. Thank you.